എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്ന് പറയുമ്പോൾ കുറേയധികം പദ്ധതികൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തേത് ജവഹർ റോസ്ഗർ യോജന. ജവഹർ റോസ്ഗർ യോജന. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ജവഹർ റോസ്ഗർ യോജന എന്ന് വെച്ചാൽ എന്ത് പദ്ധതിയാണെന്ന് ആദ്യം അറിയണം അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് BPL അല്ലേ? BPL എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള, അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. എന്താണ് BPL എന്ന് പറയുമ്പോൾ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ഗ്രാമീണ മേഖലകളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഒരംഗത്തിന് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ജവഹർ റോസ്ഗർ യോജന നിലവിൽ വരുമ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ജവഹർ റോസ്ഗർ യോജന നിലവിൽ വരുമ്പോഴത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജവഹർ റോസ്ഗർ യോജന നിലവിൽ വരുന്നത്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ജവഹർ റോസ്ഗർ യോജന നിലവിൽ വരുന്നത്. 1989 ഏപ്രിൽ 1-നാണ് നിലവിൽ വരുന്നത്. 1989 ഏപ്രിൽ 1-നാണ് നിലവിൽ വരുന്നത്. ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ജവഹർ റോസ്ഗർ യോജനയുടെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. ജവഹർ റോസ്ഗർ യോജനയുടെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ജവഹർ റോസ്ഗർ യോജന എന്താണ്? ഗ്രാമീണ മേഖലകളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഒരാൾക്ക് എന്താണ്? തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗർ യോജന. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വരുന്നത്. 1989 ഏപ്രിൽ 1-നാണ് നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് ജവഹർ റോസ്ഗർ യോജനയുടെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. അടുത്തത് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ് എന്ത്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന. ഗ്രാമീണ, അപ്പോൾ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള തൊഴിലവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. നിലവിൽ വരുന്നത് 2001 സെപ്റ്റംബർ 25-നാണ് നിലവിൽ വരുന്നത്. 2001 സെപ്റ്റംബർ 25-ന് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് വരുന്നത്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന നിലവിൽ വരുന്നത്. 2001 സെപ്റ്റംബർ 25-നാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നിലവിൽ വരുന്നത്. നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് പ്രധാനമന്ത്രി. യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന. അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജനയുടെ മറ്റൊരു പേരെന്ത് എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഇനി സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജനയുടെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഇതിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത്. ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള തൊഴിലവസരങ്ങൾ നൽകുക എന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജന. പ്രധാനമന്ത്രി നിലവിൽ വരുമ്പോഴുള്ളത് AB വാജ്പേയി ആണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നിലവിൽ വരുന്നത്. 2001 സെപ്റ്റംബർ 25-നാണ് നിലവിൽ വരുന്നത്. യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗർ യോജനയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഇതിൻ്റെ സേവനം ജനങ്ങളിലോട്ട് എത്തിക്കുന്നത്.
അടുത്തത് പ്രധാനമന്ത്രി റോസ്ഗർ യോജനയാണ്. പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്ന് പറയുമ്പോൾ രാജ്യത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് സ്വയം തൊഴിലിലൂടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന. ഓക്കെ, രാജ്യത്തെ വിദ്യാസമ്പന്നരാണ് പക്ഷെ തൊഴിലില്ല, അങ്ങനെയുള്ള യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുത്ത് ശാക്തീകരണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന. ഓക്കെ, നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 2-നാണ്. 1993 ഒക്ടോബർ 2-നാണ് നിലവിൽ വരുന്നത്. നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ഓക്കെ, PV നരസിംഹറാവു ആണ് ആ സമയത്തെ പ്രധാനമന്ത്രി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ത് വരുന്നത്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന നിലവിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്ന് പറയുമ്പോഴത്തേനും? ഈ രാജ്യത്തിലെ തൊഴിലില്ലാത്ത വിദ്യാസമ്പന്നരായ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി ശാക്തീകരണം നടത്തുക എന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന. നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 2-നാണ്. നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന നിലവിൽ വരുന്നത്. അടുത്തത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനാണ്. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത് സ്വർണ ജയന്തി ഗ്രാം സരോസഗർ യോജനയുടെ പരിഷ്കരിച്ച രൂപമാണ്. അപ്പോൾ എന്താണ് സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന എന്ന് പറയുന്നത്? 1999 ഏപ്രിൽ 1-ന് നിലവിൽ വരുന്ന ഒരു പദ്ധതിയാണ് എന്ത്? നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന. അതെന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ള ആളുകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടുള്ള ശാക്തീകരണത്തിനും വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നൊരു പദ്ധതിയായിരുന്നു സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന എന്ന് പറയുന്നത്. 1999 ഏപ്രിൽ 1-ന്. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത് 2016 മാർച്ച് 29-നാണ്. ഓക്കെ, 2016 മാർച്ച് 29-നാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമീണ മേഖലകളിൽ സ്വയം തൊഴിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് അവിടുത്തെ ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1999 ഏപ്രിൽ 1-ന് നിലവിൽ വന്ന സ്വർണ ജയന്തി ഗ്രാം സരോസഗർ യോജന, സരോസഗർ യോജനയുടെ പരിഷ്കരിച്ച രൂപം. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുത്തിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്വർണ ജയന്തി ഗ്രാം സരോസഗർ യോജന നിലവിൽ വരുന്നത്. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് NRLM. എന്താണ് NRLM? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പോൾ അത് NRLM എന്ന പേരിലോട്ട് പുനർനാമകരണം ചെയ്തത് 2016 മാർച്ച് 29-നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ്, ജസ്റ്റ് ഈ പോയിന്റുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്നും പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന ഏത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ്. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓക്കെ, ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, മൻമോഹൻ സിംഗ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ദേശീയ തൊഴിലുറപ്പ് നിയമം
നിലവിൽ വരുന്നത് ഓക്കെ പാസ്സാകുന്നത് 2005 നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2 അപ്പോൾ 2 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്സാകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സായ വർഷം ചോദിച്ചാൽ 2005 നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2006 ഫെബ്രുവരി 2 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 ഏപ്രിൽ 1 ഓക്കെ അപ്പം 3 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയ വർഷം 2005 നിലവിൽ വന്ന വർഷം 2006 ഫെബ്രുവരി 2 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് 2008 ഏപ്രിൽ 1 ഓക്കെ. ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2009 ഒക്ടോബർ 2 2009 ഒക്ടോബർ 2 അപ്പോൾ ഈ 4 വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ദേശീയ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത് 2005 നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2 ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് 2008 ഏപ്രിൽ 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2 ഓക്കെ. ഇനി ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ വേതനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം കിട്ടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് ഓക്കെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്, 309 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം ഛത്തീസ്ഗഡിലാണ്, 190 രൂപയാണ് ഏറ്റവും കുറഞ്ഞ വേതനം. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വയനാടും പാലക്കാടുമാണ് ഓക്കെ. വയനാട് ജില്ലയിലും പാലക്കാട് ജില്ലയിലുമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് കേരളത്തിൽ നിലവിൽ വരുന്നത്. കേരളത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത് 291 രൂപയാണ് ഓക്കെ. 291 രൂപ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ജോബ് കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഗ്രാമങ്ങളിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. ആ ജോബ് കാർഡ് നൽകുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്താണ് ഓക്കെ. അപ്പോൾ ജോബ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചു വെക്കാനുള്ളത്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ഓരോ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ. അപ്പോൾ ദേശീയ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏത് എന്ന് ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത് 2005 നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2 ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത് 2008 ഏപ്രിൽ 1 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2 ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഇതിന്റെ സേവനങ്ങൾ നടപ്പിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറഞ്ഞ വേതനം ഛത്തീസ്ഗഡ് ആണ്. വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വരുന്നത്. കേരളത്തിലെ വേതനം എന്ന് പറയുന്നത് 291 ജോബ് കാർഡ് ഓക്കെ. ജോബ് കാർഡ് മറക്കരുത്, ഗ്രാമപഞ്ചായത്താണ് ജോബ് കാർഡ് നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പദ്ധതികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.